പ്രിയമുള്ള എൻ്റെ സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നത് നമ്മുടെ വി ഡി സതീശൻ സാർ പറഞ്ഞു റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിയമനം നൽകുമെന്നാണ്. ഈ റാങ്ക് ഹോൾഡേഴ്സിന് എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും ഇവർ അടിസ്ഥാനമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, മിക്കപ്പോഴും അതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുമില്ല, അവരൗട്ട് ചെയ്യുകയുമില്ല. അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ നീട്ടിക്കൊണ്ടു പോകും. അഥവാ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഉടനെ അവിടെ കിടന്ന ഒരു തപ്പലും പിടിക്കലും ഒക്കെ ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴേ തലചാടിക്കടിക്കും. അതോ ഉദ്യോഗസ്ഥത്തിലുള്ള ആരെങ്കിലും ആണെങ്കിൽ അയാൾ വലിയ ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഇതൊന്നുമല്ല, ഞാൻ പറയാം എങ്ങനെയാണ് റാങ്ക് ഹോൾഡേഴ്സ് ചെയ്യേണ്ടത്. നിങ്ങളൊരു 2-3 പേരായിട്ട് ചെന്നിട്ട് അഥവാ എല്ലാ മിനി സിവിൽ സ്റ്റേഷനിലും ചെന്ന് ചോദിക്കുക, ഇവിടെ എത്ര ഒഴിവുകൾ. അവിടെ ചെന്നേച്ച് ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നോ അത് അവിടെ ചോദിച്ചേച്ച് പറയുക, സാറേ ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലർക്ക് ആരാണെന്ന് അവിടുത്തെ ഹെഡിനോട് ചോദിക്കുക, സാറേ ഒന്ന് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലർക്കിനെ ഒന്ന് കിട്ടണമെന്ന് പറയും. അങ്ങനെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലർക്കിനെ കിട്ടിയാൽ അയാളോട് ചോദിക്കുക, ഇവിടെ എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പറയും. കളക്ട്രേറ്റിലും നിങ്ങൾക്ക് ചോദിക്കാം, എത്ര ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ഉണ്ട്, നിലവിലുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ എത്ര എണ്ണം ഉണ്ട്, അതുപോലെ ജില്ലയിൽ എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓരോ ഓഫീസുകളിലും കയറി ചെന്ന് ചോദിക്കുക. അതുപോലെ തന്നെ വില്ലേജുകളിൽ റവന്യൂ ആണെങ്കിൽ അതാത് റവന്യൂ ഓഫീസുകളിൽ ചെല്ലണം. അല്ലെങ്കിൽ ഓരോയിടത്തും പഞ്ചായത്തുകളാണെങ്കിൽ പഞ്ചായത്തുകളല്ലോ, പഞ്ചായത്തുകളാകുമ്പോഴത്തേക്ക് അതാത് നമ്മൾ ഡി പിയുടെ ഓഫീസ് അഥവാ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്താണ് നേരത്തെ. ഇപ്പം വേറെ ഏതാണ്ടാണ് ഡെപ്യൂട്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെല്ലുക, ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലർക്കിനെ കാണുക. ഏറ്റവും കൂടുതലുള്ളത് ഈ റവന്യൂവിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലുമാണ്. അപ്പോഴത്തേക്ക് അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലർക്കിനെ കാണുക. അവിടുത്തെ സീനിയർ സൂപ്രണ്ടിനെ കണ്ടേച്ച് ചോദിക്കണം, സാറേ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലർക്ക് നേരെ ഒന്ന് കാണണം. അങ്ങനെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതുപോലെ തന്നെ ഈ ആരോഗ്യ വകുപ്പിലാണെങ്കിൽ ആരോഗ്യ വകുപ്പിലും ഇതിൻ്റെതായ ഇതുണ്ട്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലർക്കുണ്ട്. അവരെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കണം, എന്നിട്ട് ലിസ്റ്റ് വാങ്ങണം. അങ്ങനെ ഓരോരുത്തരുടെ നിങ്ങളല്ലേ എഴുതിയെടുക്കണം, എത്ര ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജില്ലയിൽ ഉണ്ടെന്ന് പറയണം. അങ്ങനെ ഓരോരുത്തരത്ത് എഴുതി അയച്ചു നേരെ ചെന്ന് ഈ ലിസ്റ്റുമായിട്ട് ചെന്നിട്ട് PSC പറയണം, സാറേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതിൽ ഇത്ര പേര്, അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര നിലവിൽ ഇതാണോ ഈ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഓഫീസിൽ ചെന്നാൽ അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലർക്കിനോട് ചോദിക്കുക, എത്ര ടീച്ചർമാരുടെ ഒഴിവുണ്ട്, എത്ര ക്ലർക്കുമാരുടെ ഒഴിവുണ്ട്, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അവിടെ നിന്നുകൊണ്ട് നേരെ അതും വാങ്ങിച്ചുകൊണ്ട് നേരെ PSC അവിടുത്തെ ഡിസ്ട്രിക്ട് PSC ഓഫീസിൽ ചെന്നേച്ച് പറയുക, സാറേ ഇന്ന ഒഴിവിലേക്ക് ഇത്ര പേരെ
റിപ്പോർട്ട് ചെയ്തിട്ട് അവിടെ ഒഴിവുണ്ട് സാറേ, അത് നമ്മൾ ഫില്ല് ചെയ്യാനുള്ള നടപടി സാറിൻ്റെ ഭാഗത്തു നിന്ന് അവരോട് ചെന്ന് ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്, നടപടിയൊന്ന് സ്വീകരിച്ച് തരണം സാറേ, ഞങ്ങൾക്കൊക്കെ ജോലിയൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞേച്ച് ഇതിൻ്റെ കോപ്പി പകർപ്പെടുത്തുകൊണ്ട് നേരെ അവിടെ വന്നേച്ച് അതിൻ്റെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി എല്ലാവരും കൂടെ ചേർന്ന് നേരെ ചെന്ന് CM-നെ കണ്ട് അത് സമർപ്പിച്ചാൽ അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കും. അല്ലാതെ നിങ്ങൾ അവിടെ കിടന്ന് വയ്യോളം കിടന്ന് സമരം ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇത് ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്യാനുള്ള താമസമാണ് ഇത്രയും കാരണം. അതിന് വേഗം സുശക്തമായ നടപടിയാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ഓരോ ഓഫീസും ചെന്ന് കയറി ഇറങ്ങി ചോദിക്കുക, ഇവിടെ എത്ര ഒഴിവുകളുണ്ട്, എത്ര സ്കൂളിലാണെങ്കിൽ ഇവിടെ എത്ര ടീച്ചർമാരുടെ ഒഴിവുകളുണ്ട്. അത് അറിഞ്ഞ ശേഷം നിങ്ങൾ നേരിട്ട് ചെന്നേച്ച് അവിടെ ജില്ലയിൽ എത്ര ഒഴിവുണ്ടെന്ന് അറിഞ്ഞ ശേഷം നേരെ ചെന്ന് PSC ഓഫീസിൽ ഇതിനെ കുറിച്ച് രേഖാമൂലം സമർപ്പിക്കുക. സാറേ, ഇത്ര സ്കൂളുകളിൽ ടീച്ചർമാരുടെ ഒഴിവുണ്ട്, ബന്ധപ്പെട്ട ഒന്ന് സാറേ നമ്മളിപ്പം പുതിയതായിട്ട് ഇങ്ങനെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് ഇത് വന്നിട്ടുണ്ട്, ഞങ്ങൾ ഇത്ര റാങ്ക് ഹോൾഡറാണ്, ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞ് അവിടെ രേഖാമൂലം കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നേരെ പോയി ഇതിൻ്റെ പകർപ്പൂടെ എടുത്തുകൊണ്ട് പോയി നേരെ അവിടുത്തെ ഇപ്പം ഇതിൻ്റെ ഇതുണ്ട്, സെക്രട്ടേറിയറ്റിലും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അതാത് എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ വിങ് ഉണ്ട് അവിടെ ഓരോന്നിൻ്റെയും സെക്രട്ടേറിയറ്റിൽ. അവിടെ കൊടുക്കുക, അവിടുത്തെ ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കുക. ചീഫ് സെക്രട്ടറി അത് പരിശോധിക്കും. അത് പരിശോധിച്ച് വേണ്ടത് ചെയ്തു തരും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ അവിടെ പോയി കിടന്ന് സമരം ചെയ്തു കുഴപ്പമൊന്നുമില്ല. എത്ര കിടന്ന് കളിച്ചാന്ന് പറഞ്ഞാലും സമയബന്ധിതമായിട്ടൊന്നും നടക്കില്ല. ഇതാണ് ചെയ്യേണ്ടത്. ഞാനതേ പറയുള്ളൂ. ഞങ്ങൾ ചെയ്തത് ഇങ്ങനെയാണ്. റിപ്പോർട്ട് ചെയ്ത ശേഷം പിന്നീടാണ് ഞങ്ങൾ അതും നടക്കാതെ വന്ന് ഈ നിയമന നിരോധനം വന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾ സമരത്തിലേക്ക് പോയത് കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.